ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി ഇത് മൂന്നും കൂടി ചതച്ചെടുത്തതാണ്, അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായി ചെവന്ന് വന്നതിന് ശേഷം സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്, നീളത്തിൽ അരിഞ്ഞെടുത്താണ്, അതിനെയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടി തന്നെ നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കുക, പച്ചമുളക് ഇട്ട് കൊടുക്കുക, ഉരുളക്കിഴങ്ങ് ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിനെയും കൂടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് വഴറ്റി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ഇത് 1.5 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം പൊടിയിലെല്ലാം പച്ചമണം മാറുന്ന നേരം നമുക്ക് ഒന്ന് വറുത്ത് കൊടുക്കാം. വറുത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഗ്രീൻ പീസ് ഒന്ന് കൂരായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു, അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്ത് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കിതിലേക്ക് വേവാനുള്ള വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുക, ആവശ്യത്തിനുള്ള വെള്ളം. ഇതിലേക്ക് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുക. അതിനുശേഷം നമുക്ക് അടച്ചു വയ്ക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടിട്ട് ഇനി ഇതിൻ്റെ നമുക്ക് അരപ്പൊന്ന് നോക്കാം. ഇത് കുറച്ച് തേങ്ങയാണ്, അതിൻ്റെ കൂടി കുറച്ച് കാഷ്യൂനട്ടും കൂടി ഇട്ട് നല്ലതുപോലെ ഫൈനായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇതൊരു 1/4 വേവാകുമ്പോഴത്തേക്കും ഇതിൽ ഒരു തക്കാളിക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട്, അതിനെ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി വീണ്ടും ഒന്നുകൂടി അടച്ചു വയ്ക്കാം. അടച്ചതിന് ശേഷം അപ്പോഴപ്പോഴേ ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇത് ചട്ടിയാണ്, പെട്ടെന്ന് അടി പിടിക്കും. എല്ലാം വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിട്ടുള്ള അരപ്പിനെ കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഉപ്പ് കുറവാണെങ്കിൽ ഈ സമയത്ത് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. കുറച്ച് മസാലപ്പൊടി കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട്. ഇനി ഇതിനെ ഒന്ന് നമുക്ക് അടച്ചു വെക്കാം. ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇത് ചെറുതായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് സ്റ്റൗവിന് ഓഫ് ചെയ്യുക. ഇത് ചട്ടി ആയതുകൊണ്ട് അതിലിരുന്ന് തിളച്ചോളും. നല്ലൊരു കറിയാണ് ഇത്. എനിക്ക് ചപ്പാത്തിക്ക് വേണ്ടിയാണ്. ചൂട് ചപ്പാത്തിയും ഗ്രീൻ പീസ് കറിയും പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കുക ഈ കറി. ഇനി അടുത്ത വീഡിയോയിലായിട്ട് കാണാം. ബൈ ബൈ.